കാടാണ് നമ്മുടെ വീട്. കാടുണ്ടെങ്കിലേ നമ്മളും ഉള്ളൂ. വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഈ കാടിനെ സംരക്ഷിച്ചു നിലനിർത്തണം. ഇത് കണ്ടോ നിങ്ങൾ? അധിനിവേശ ചെടികൾ ഇത്രയും അധികം ഞങ്ങൾ പിഴുതെടുത്തു. കീരി ഇതിന്റെ പാമ്പുമായിട്ട് കൊത്തുകൂടി കഴിഞ്ഞാൽ കീരി ഇതിന്റെ കിഴങ്ങുകൾ തിന്നുന്നാണ് പറയാ. ഇതാണ് ഇത് ആനവരട്ടിയാണ് കേട്ടോ. ഇതിൽ തൊടരുത്. ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടാവും ഇതിൽ തൊട്ടാൽ. പ്രകൃതിയിൽ വളരുന്ന ചെറു സസ്യങ്ങൾക്ക് ഭീഷണിയാവുന്ന അധിനിവേശ സസ്യങ്ങളെ പിഴുതെറിയാൻ ഞങ്ങൾ 6 മണിക്ക് തന്നെ മുക്കാലിൽ എത്തിച്ചേർന്നു. പാലക്കാട് KSRTC സ്റ്റാൻഡിൽ നിന്നും ഇങ്ങോട്ട് ഒരു 50-60 കിലോമീറ്റർ ദൂരം കാണും. സൈലന്റ് വാലിയിലേക്ക് വനംവകുപ്പിന്റെ വാഹനം 7 മണിക്കായി പുറപ്പെടും. സൈലന്റ് വാലിയിലേക്ക് പുറത്തു നിന്നും ഒരു വാഹനത്തിനെയും പ്രവേശിപ്പിക്കുകയില്ല. കാടുകളെ, വയനാടൻ കാടുകളെയൊക്കെ സെന്നയൊക്കെ നമ്മൾ പല പ്രാവശ്യം നമ്മൾ പോയിട്ട് അത് പിഴുതെറിയാനൊക്കെ പോയിട്ടുള്ളവരാണ്, എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മുടെ സൈലന്റ് വാലിയെയും ഇതുപോലുള്ള അധിനിവേശ സസ്യങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലെൻഡാന, അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് സസ്യങ്ങളുണ്ട് അങ്ങനെ. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഇത്ര പേരാണെങ്കിൽ പോലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് സൈലന്റ് വാലിയിലും നമുക്ക് ആ പ്രവർത്തനങ്ങൾ ചെയ്യണം. മാത്രമല്ല സൈലന്റ് വാലിയെ നന്നായിട്ട് നമുക്ക് ആസ്വദിക്കണം. കാട്ടിലൂടെയുള്ള മനോഹരമായിട്ടുള്ള നടത്തം. എല്ലാവരും കാടിനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇത്രയും ദൂരത്തൊന്ന് സ്വന്തം കയ്യിൽ നിന്ന് പൈസ ചെലവാക്കിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇതിന് വരുന്നത്. പ്രകൃതിയോടുള്ള ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ്. അധിനിവേശ സസ്യങ്ങളെ പിഴുതെറിയാൻ വനം വകുപ്പിന്റെ വാഹനത്തിൽ 23 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം. സൈലന്റ് വനം എന്നായിരുന്നു ഇതിന്റെ ആദ്യത്തെ പേര്. 1984 സർക്കാർ ഇതിനെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത്. വടക്കു ഭാഗത്ത് നീലഗിരി കുന്നുകളും തെക്ക് മണ്ണാർക്കാട്ടെ സമതലങ്ങളും പശ്ചിമഘട്ടത്തിലെ പ്രധാന മേഖലയായ നീലഗിരി ബയോസ്ഫിയറിൽ ഉൾപ്പെടുന്ന വന മേഖലയാണ് സൈലന്റ് വാലി. നിങ്ങളിവിടെ സന്ദർശനത്തിനായി എത്തിയാൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇവിടുത്തെ വാച്ച് ടവർ. സൈലന്റ് വാലിയിലെ ഈ ടവറിൽ നമുക്കൊന്ന് കയറി നോക്കാം. സൈലന്റ് വാലി ടവറിന്റെ മുകളിൽ ഗ്രാഫിന്റെ പ്രവർത്തകർ സൈലന്റ് വാലി മലനിരകളുടെ ദൃശ്യഭംഗി ശേഷം ഈ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കുന്തിപ്പുഴയുടെ ഉത്ഭവം ഭാരതപ്പുഴയുടെ പ്രധാന കൈവഴിയായ കുന്തിപ്പുഴയുടെ ഉത്ഭവം ഇവിടെ നിന്നാണ്. കേരളത്തിന്റെ മുക്കും മൂലയിലും എല്ലായിടത്തും കാണപ്പെടുന്ന ചീവടുകൾ ഇവിടെ ഇല്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അക്കാരണത്താൽ സൈലന്റ് വാലി എന്ന പേര് ലഭിച്ചു. ഈ വന മേഖലയിൽ ആനകളും കടുവകളും പുലിയും കരടിയും മാനും അങ്ങനെ പല തരത്തിലുള്ള പക്ഷികളും ചിത്രശലഭങ്ങളും ഉണ്ട്. മാത്രമല്ല ഓരോ വർഷവും ഇവിടെ നിന്ന് പുതിയ ഇനം ചെടികൾ കണ്ടെത്താറുമുണ്ട്. അതിനാൽ തന്നെ ഈ വന മേഖലയെ നശിപ്പിക്കുന്ന ചെടികളെ നമുക്ക് കണ്ടെത്തി ആ ചെടികളെ നമുക്ക് ഉന്മൂലനം ചെയ്യാം. നമ്മളിപ്പോ ജസ്റ്റ് ഒരു സൈലന്റ് വാലിക്കകത്തേക്ക് വന്നു. നമ്മൾ വന്ന ഈ ഒരു സ്ഥലത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് ഞാൻ പറയാം. സൈലന്റ് വാലി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന 89.52 സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഒരു ഭൂപ്രദേശത്തെ അത്രയും പ്രദേശമാണ്. ഈ പ്രദേശം ബ്രിട്ടീഷുകാരുടെ കാലത്ത്
1838 ES ഡേവിസൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഇവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വെള്ളം മണ്ണാർക്കാട് സമതലങ്ങളിൽ തത്തയങ്കലത്തേക്ക് എത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് കണ്ടെത്തുന്നത് ES ഡേവിസൺ എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് 1838. അതിനുശേഷം അത് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം തുടർന്ന് അങ്ങോട്ട് ബ്രിട്ടീഷ് ആൾക്കാരുടെ സയന്റിസ്റ്റുകൾ ധാരാളം പേര് ഇതിനകത്ത് പഠനം നടത്തുന്നുണ്ട് ഈ കാടിനകത്ത്. അപ്പൊ ഈ കാടിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അന്ന് അവർ റിപ്പോർട്ട് ചെയ്തു. യാതൊരു കാരണവശാലും ഈ കാട്ടിനകത്ത് ഒരു മനുഷ്യന്റെ ഒരിടപെടലുകളും പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് അന്ന് ഒരു ബ്രിട്ടീഷുകാർ പുറത്തേക്ക് റെക്കോർഡ് ചെയ്തു. പക്ഷെ എന്നിട്ടും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് സെലക്ഷൻ ഫെയിലിങ്ങിലൂടെ ഒരു 5 ഹെക്ടറിനകത്ത് നിന്ന് 5 മരം വീതം മുറിക്കാനായിട്ട് ഉത്തരവിട്ടു. വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം. കാരണം ബ്രിട്ടീഷുകാർ പോലും മാക്സിമം നമ്മളെ നാട്ടിൽ നിന്ന് കൊള്ള ചെയ്തുകൊണ്ട് പോകുന്ന ആൾക്കാർ പോലും മാക്സിമം 5 മരങ്ങൾ മാത്രമാണ് ഒരു സ്ഥലത്ത് നിന്ന് എടുക്കാനായിട്ട് ഒരു 5 ഹെക്ടർ സ്ഥലത്ത്. അപ്പൊ 5 ഹെക്ടർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് 3 അപ്പൊ എത്ര ഏക്കർ വന്നു അല്ലെ? 15 ഏക്കർ അടുപ്പിച്ചിട്ടുള്ള സ്ഥലത്ത് 5 മരങ്ങൾ മാത്രമായിരുന്നു അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. സോ അത്ര അധികം പ്രാധാന്യമുള്ള ഒരു ഭൂപ്രദേശത്തേക്കാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യം നിങ്ങൾ വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും ഏകദേശം. സോ ഇവിടുത്തെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അനിമൽസിന് പ്രാധാന്യമില്ല. സ്വാഭാവികമായിട്ടും വളരെ എൻഡമിക് ആയിട്ടുള്ള റയർ ആയിട്ടുള്ള ധാരാളം സ്പീഷീസിൽ സസ്യജീവജാലങ്ങൾക്കാണ് പ്രാധാന്യം. സ്വാഭാവികമായിട്ടും നിങ്ങൾ പോകുന്ന വഴിയിൽ ഇനിയിപ്പോൾ നമുക്ക് നടക്കാനുള്ള ദൂരം ഒരുപാട് എൻഡമിക് ആയിട്ടുള്ള കുറേ സ്പീഷീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഉള്ളിൽ ഉണ്ടോ തോന്നുന്നല്ലേ? കുഞ്ഞു കളി ഉണ്ടോ ഒച്ചേക്കുന്നുണ്ട് കിളിന്റെ. മരങ്ങൾ മുറിച്ചുകൊണ്ട് പോയ കാര്യത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ലൈറ്റ് സെലക്ഷൻ സെല്ലിംഗ് എന്ന് പറയും. അവര് മുറിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 5 ഹെക്ടർ സ്ഥലത്തിനകത്ത് നിന്ന് 5 മരങ്ങൾ മാത്രമായിരുന്നു മുറിച്ചിരുന്നത്. അതും സൂര്യപ്രകാശം ഭൂമിയിൽ ഡയറക്റ്റ് ആയിട്ട് പതിക്കാത്ത രീതിയിലുള്ള കനോപ്പീസിലുള്ള ട്രീസ് ആയിരുന്നു അവർ മുറിച്ചുകൊണ്ടിരുന്നത്. മെസ്വാഫറിയ എന്ന് പറയുന്ന ചുരുളി അല്ലെങ്കിൽ നാങ്ക് എന്ന് പറയുന്ന ഒരു മരമായിരുന്നു മുറിച്ചിരുന്നത്. അത് കൊണ്ടുപോയിരുന്ന റെയിൽവേ സ്ലീപ്പറിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അന്ന് അവർ മുറിച്ച് 1800 കാലഘട്ടത്തിൽ 1880 അങ്ങനെയൊക്കെയുള്ള ആ കാലഘട്ടത്തിൽ മുറിച്ചിരുന്ന മരത്തിന്റെ കുറ്റികൾ ഇന്നും ഒരു കേട് പോലും കൂടാതെ ഇപ്പോഴും കാട്ടിനകത്തുണ്ട്. അവർ മുറിച്ച പലകയാക്കിയതൊക്കെ ഇവിടുന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ അപ്പുറത്ത് കാട്ടിനകത്തൊക്കെ കിടപ്പുണ്ട്, പലകയൊക്കെ കിടപ്പുണ്ട്. അത്രയും നല്ല അയൺ വുഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു നല്ലൊരു ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിൽ ഇതുപോലുള്ള അയൺ വുഡുകൾ ധാരാളമുണ്ട്. അതിനേക്കാൾ ഉപരി സോഫ്റ്റ് വുഡുകൾ ധാരാളമുണ്ട്. നിങ്ങളിപ്പോൾ ഈ തൊട്ട് പുറകിൽ നിൽക്കുന്ന ഈ ഒരു മരം മുള്ളൻ ചക്കമരം എന്ന് പറയും. കുലീനിയ എക്സാർലേറ്റ എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം. ഇതിനകത്ത് ഉണ്ടാവുന്ന കായാണ് സിംഹവാലൻ കുരങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം. ഈ കായ ഇതിനകത്ത് ഈ മരത്തിലെ കായും കഴിക്കും, അതേപോലെ തന്നെ ഇതിന്റെ ഫ്ലവർ കഴിക്കും, തളിരില കഴിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സൈലന്റ് വാലിക്കകത്ത് സിംഹവാലൻ കുരങ്ങ് ധാരാളം ഉണ്ടാവും. കാരണം ഈ മരത്തിൽ എപ്പോഴും അതിനുള്ള ഫുഡ് ഒന്നുകിൽ തളിരുണ്ടാവും, അല്ലെങ്കിൽ കായ ഉണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ പൂവുണ്ടാവും. ഇതിന്റെ പൂവും കഴിക്കും. അപ്പൊ അങ്ങനെ ഈ 3 സംഭവങ്ങളും സിംഹവാലൻ കുരങ്ങ് നന്നായിട്ട് കഴിക്കും. പിന്നെ അതിന്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന മരം കണ്ടോ, വളരെ ഹൈറ്റ് ആയിട്ട് പോയത് ഏകദേശം 40 മീറ്ററോളം ഹൈറ്റ് കാണുന്നുണ്ട് അല്ലേ? ഇതൊരു ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണിത്. ടോപ്പ് കനോപ്പി, മിഡിൽ കനോപ്പി, ബോട്ടം കനോപ്പി എന്നിങ്ങനെ 3 കനോപ്പീസ് ആണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിന് ഉണ്ടാവുക. ഏറ്റവും മുകളിൽ പോയി ആദ്യം ഇലകൾ വിരിച്ച് നിൽക്കുന്ന ആരാണോ അവർക്ക് സൂര്യന്റെ ഊർജ്ജം കൂടുതൽ കിട്ടും, സൂര്യപ്രകാശം കൂടുതൽ കിട്ടും. അപ്പൊ അതിന്റെ തൊട്ട് താഴെ മിഡിൽ കനോപ്പീസിൽ നിൽക്കുന്ന മരം കണ്ടോ, തൊട്ട് താഴത്ത് നിൽക്കുന്നുണ്ടോ, മിഡിൽ കനോപ്പിയിലും മരം നിൽക്കുന്നുണ്ടോ. ബോട്ടം കനോപ്പീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിൽ അല്ലേ, ഏറ്റവും അടിയിലൊന്ന് നോക്കൂ, ഒരു കനോപ്പീസ് കാണുന്നുണ്ട് അല്ലേ. പിന്നെ അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ നിൽക്കുന്നുണ്ടോ, വാഴ കാണുന്നുണ്ടോ, കാട്ടുവാഴ കാണുന്നുണ്ടോ. അതിന്റെ അടുത്ത് കണ്ടോ ഒരു കുറെ ഓട മുളച്ചു വന്നിരിക്കുന്നത് അല്ലേ, അത് ഓടയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ മൃഗങ്ങൾ ഏറ്റവും കൂടുതൽ നാട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മുളം കാടുകൾ നശിച്ചുപോയി എന്നുള്ളതാണ്. നമ്മളെല്ലാവരും വയനാടൊക്കെ പോകുന്ന സമയത്ത് മുളയരി പായസമൊക്കെ കഴിക്കാറുണ്ട് അല്ലേ. അപ്പൊ ഏതോ കാട്ടിലുള്ള മുള പൂത്തു, ആ മുളയുടെ വിത്താണ് നമ്മൾ പായസമാക്കി കഴിക്കുന്നത് അല്ലേ. കാടുകളിൽ മുളയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ആനയുടെ ഒക്കെ പ്രധാനപ്പെട്ട ഭക്ഷണം മുളങ്കാടുകളാണ്. പക്ഷെ നേരെ മറിച്ച് ഇത്തരത്തിലുള്ള നല്ലൊരു ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിനകത്ത് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ മൊത്തം ഓടക്കാടുകളായിരുന്നു. ഈ പ്രദേശം മൊത്തം ഏകദേശം ഒരു 2-3 ഹെക്ടർ സ്ഥലം മൊത്തം ഓടക്കാടുകളായിരുന്നു.
ആ ഓട പൂത്ത് പോയി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ഫാസ്റ്റ് ആയിട്ട് കണ്ടില്ലേ ഓട വളർന്നു വരുന്നത് കണ്ടില്ലേ. അപ്പൊ ആനയ്ക്കുള്ള ഭക്ഷണമൊക്കെ ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ നേരെ മറിച്ച് നമ്മളെ നാട്ടിൻ പ്രദേശത്തുള്ള ഡെസിഡ്യൂസ് പോലുള്ള പ്രദേശങ്ങളിൽ ഫോറസ്റ്റുകളിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ മാനുഷിക ഇടപെടലുകൾ കൊണ്ട് ഇതിന്റെ വിത്തുകളെല്ലാം കൊണ്ടുപോയിട്ട് നമ്മൾ മനുഷ്യർ ലാഭത്തിന് വേണ്ടിയിട്ട് പായസമൊക്കെ ഉണ്ടാക്കി റോഡ് സൈഡിലൊക്കെ വെക്കും. നമ്മളും സന്തോഷത്തോടു കൂടി അത് മേടിച്ച് കഴിക്കാറുമുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ചെറിയൊരു പ്രോബ്ലമാണ്. അതും മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. ഓക്കെ, എനിവേ താങ്ക് യു. അത് എന്തായാലും പറയാ, ചുരുളിയോ? ആനവരട്ടിന്റെ ഇല ഇതാണ്. ഇത് ആനവരട്ടിയാണ് കേട്ടോ. ഇതിൽ തൊടരുത്. ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടാവും ഇതിൽ തൊട്ടാല്. ചോറിച്ചിലോ സഹിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള. കാരണം നമുക്കൊരിക്കലും ഇതിന്റെ ആ ഒരു അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പെട്ടെന്ന് പനിക്കും.